ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. 4 മാർക്സിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇതെല്ലാം സെയിം കാര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദി കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യൂമറിക്കൽ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നു, ദെൻ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നു, അതിനെ കൃത്യമായിട്ട് പ്രസന്റേഷൻ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സിലാണ് അല്ലെ. സോ അത് ആ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് അപ്പോൾ പ്ലൂറൽ സെൻസും ഉണ്ട്, അതുപോലെ തന്നെ സിംഗുലർ സെൻസും ഉണ്ട് അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് നമുക്ക് പ്ലൂറൽ സെൻസിലും പറയാം, സിംഗുലർ സെൻസിലും പറയാം. അപ്പൊ പ്ലൂറൽ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ ഓർ ന്യൂമറിക്കൽ ഫാക്ട്സ് സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫാക്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക? സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ സിംഗുലർ സെൻസിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ദി ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. നമ്മുടെ കയ്യിലുള്ള ന്യൂമറിക്കൽ ഡേറ്റയുടെ കളക്ഷൻ, അത് കളക്ട് ചെയ്യാനും അത് പിന്നീട് പ്രസന്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്, അത് എങ്ങനെ അനലൈസ് ചെയ്യണം, അതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ഈ ഒരു സിംഗുലർ സെൻസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങളടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ജസ്റ്റ് ഇതുപോലൊരു 1 സെന്റൻസിൽ നിങ്ങൾ ഒരു ആൻസർ കൊടുത്തിട്ട് ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള പോയിന്റ്സ് എഴുതണം. അപ്പൊ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഇവിടെ പറയാനുണ്ട് മക്കളെ. ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ്. അതായത് ഇക്കണോമിക് പ്രോബ്ലംസ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാഷണൽ ഇൻകം എങ്ങനെയാണ്, അതുപോലെ ഇപ്പൊ എന്താണ് അതിൽ വ്യത്യാസം വന്നിട്ടുള്ളത്, കൂടിയോ കുറഞ്ഞോ, അതിന് എന്തൊക്കെ പ്രശ്നം, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് പ്രസന്റ് ഇക്കണോമിക് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. അതായത് കൃത്യമായിട്ട് ഇക്കണോമിക് ഫാക്ടുകളെല്ലാം തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ് അല്ലെ. ഗ്രാഫും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസ് ഡേറ്റയെ നമ്മൾ എന്താക്കുന്നുണ്ട്? ന്യൂമറിക്കൽ മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് മാസ് ഡേറ്റ നമുക്ക് വരുമ്പോൾ അത് എപ്പോഴും അനലൈസ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ. അത് മുഴുവൻ നോക്കിയിട്ട് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ ആദ്യം നമ്മളൊരു ന്യൂമറിക്കൽ മെഷേഴ്സിലേക്ക് മാറ്റിക്കൊണ്ട് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യാനായിട്ട് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഡിഫറെന്റ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ പറയുന്നു നമ്മുടെ GDP, ദെൻ കർഷകരുടെ കൃഷി നിന്നും നമ്മുടെ ഫാമിങ്ങിൽ നിന്നും എത്രയാണ് GDP-യിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഓരോന്നും GDP-ന്റെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതിന് എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഈ ഒരു ഇക്കണോമിക് ഫാക്ടേഴ്സിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ പ്രെഡിക്ട് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി. ഇക്കോണമിയിലുള്ള ചേഞ്ചസും അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രെൻഡ്സും കാര്യങ്ങളും പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ. നമുക്ക് ഇതുവരെ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും പോയിട്ടുള്ളത്, ഇതുവരെ മാർക്കറ്റിലുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇതുവരെ നമ്മുടെ ഇന്ത്യൻ ഇപ്പൊ റുപ്പിയുടെ കാര്യമാണ്, അതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അപ്പൊ അത് ഇതിനനുസരിച്ച് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇനി അടുത്ത വർഷം എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്കോണമിയിലെ സിറ്റുവേഷൻസ് പോകുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. അതായത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം, ഈ തൊട്ട് മുന്നേ ഉള്ള ഒരു വർഷം എങ്ങനെയായിരുന്നു, നമ്മുടെ കാർഷിക വരുമാനം എന്തായിരുന്നു, നമ്മുടെ സർവീസ് സെക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഹോൾ GDP എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത വർഷത്തേക്ക് ഇതെല്ലാം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഗവൺമെന്റിന് പുതിയ പോളിസീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. സോ ഇത്രയുമാണ് എന്ത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചോദിക്കാം? റോൾ എന്താന്ന് ചോദിക്കാം അല്ലെ. റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം അല്ലെ. ഇങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ പ്ലൂറൽ സെൻസും സിംഗുലർ സെൻസും ഈ പറയുന്നത് പോലെ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം കേട്ടോ. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അത് മാത്രമായിട്ട്
ഈ ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും 4 മാർക്കിനാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ആദ്യം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അടുത്തതായിട്ട് ഈ പറയുന്ന ഓരോ പോയിന്റും മിസ് ഇവിടെ പറഞ്ഞേക്കുന്ന ഓരോ പോയിന്റും ഒന്ന് എഴുതി ഒരു 1 സെന്റൻസിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്താൽ നിങ്ങൾക്ക് 4 മാർക്സ് കംപ്ലീറ്റ്ലി കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ എല്ലാവരും നല്ലപോലെ പഠിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.